ഇപ്പോൾ നമുക്ക് പള്ളിയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ, മൃതദേഹം സംസ്കരിക്കുകയാണെങ്കിൽ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. പുൽപ്പള്ളിയിലെ സെന്റ് ജോർജ് പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. നാട്ടുകാർ ഈ ചടങ്ങിൽ നാട്ടുകാർ ഒരു വലിയ ഭാഗം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകാനുള്ളത്. രാഹുൽ, സംസ്കാര ചടങ്ങുകൾ തുടങ്ങി അല്ലേ? ഗോപി, സംസ്കാര ചടങ്ങുകൾ അത് അവസാനത്തിലേക്ക് എത്തുകയാണ്. സെന്റ് ജോർജ് പള്ളിയിലാണ് ശുശ്രൂഷകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 15 മിനിറ്റാണ് ഈ ശുശ്രൂഷ ചടങ്ങുകൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. അത് ഏതാണ്ട് അവസാനിക്കാറായി എന്ന് തന്നെ പറയാം. പള്ളി വികാരിയുടെ നേതൃത്വത്തിലാണ് അവസാനവട്ട ശുശ്രൂഷകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാക്കിയ ശേഷം സെന്റ് ജോർജ് പള്ളിയിലെ സെമിത്തേരിയിൽ തന്നെയായിരിക്കും പോളിന്റെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തുക. ഏതാണ്ട് 4:30 വീട്ടിലെ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പോളിന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര പള്ളിയിലേക്ക് എത്തിയത്. ആ വീട്ടിലുണ്ടായിരുന്ന ജനസഞ്ചയം അതുപോലെ തന്നെ ഈ പള്ളിയിലേക്കും ഇപ്പോഴും ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും നമുക്ക് കാണുവാനുള്ളത്. അവരുടെ പ്രിയപ്പെട്ട പോള് ഇനി ജീവിച്ചിരിക്കില്ല എന്ന കാര്യം അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല. പുൽപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട പോള്, ആ പോളിനെ അവസാനമായ ഒരു നോക്കുകൂടി കാണാൻ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമായിരിക്കും അവസാനവട്ട ശുശ്രൂഷ ചടങ്ങുകൾ ഉണ്ടാവുക. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെമിത്തേരിയിലും സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഗോപി, ശരി. വയനാട് പുൽപ്പള്ളിയിലെ സെന്റ് ജോർജ് പള്ളിയിൽ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. പോളിന്റെ ഭാര്യ, മകൾ എന്നിവരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ നമുക്ക് കാണാം. ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായിരുന്നു ഇന്ന് പുൽപ്പള്ളിയിൽ ഉണ്ടായിരുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിൻ്റെ മൃതശരീരത്തിൻ്റെ മുന്നിൽ വിങ്ങിപ്പൊട്ടുന്ന കുടുംബാംഗങ്ങളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ. പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മതിയായ ചികിത്സ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന ഗുരുതരമായ ഒരു ആക്ഷേപം, ഒരു പരാതി പോളിന്റെ കുടുംബത്തിനുണ്ട്. മകൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതും അച്ഛന് ശരിയായ ചികിത്സ നൽകിയിട്ടില്ല, മതിയായ ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമായിരുന്നു എന്നാണ്. ഇതിൽ പരിശോധനയ്ക്കും അന്വേഷണത്തിനും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുണ്ട്. ഏതായാലും കാട്ടാന ആക്രമണത്തിൽ പോൾ മരിക്കാനിടയായ സാഹചര്യം വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇത് അടുത്ത കാലത്തായി തുടർന്നു വരുന്ന ഒന്നായി മാറുന്നു. വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിൽ കഴിയുന്ന നാട്ടുകാരെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കോ ജനപ്രതിനിധികൾക്കോ ജില്ലാ ഭരണകൂടത്തിനോ കഴിയുന്നില്ല എന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ രോഷം ഇന്ന് അണപൊട്ടിയത്. ഒരു തരത്തിലും നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്ത തരത്തിൽ സംഘടിച്ചെത്തിയാണ് ഈ പ്രതിഷേധം ഇന്ന് കണ്ടത്. പോളിന്റെ കുടുംബത്തിന് മതിയായ സഹായവും പിന്തുണയും ഉറപ്പാക്കാതെ ഈ മൃതദേഹം ആംബുലൻസിൽ നിറക്കില്ല എന്ന നിലപാടായിരുന്നു നാട്ടുകാർ സ്വീകരിച്ചത്. അതിനെ തുടർന്നാണ് പോളിന്റെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലിയും അതോടൊപ്പം മകളുടെ വിദ്യാഭ്യാസത്തിന്റെ ചിലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള ഉറപ്പും 10 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായവും പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്നാണ് പോളിന്റെ മൃതശരീരം ആംബുലൻസിൽ നിന്ന് പുറത്തിറക്കാൻ നാട്ടുകാർ അനുവാദം നൽകിയത്. ഇപ്പോൾ പുൽപ്പള്ളിയിലെ സെന്റ് ജോർജ് പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ശക്തമായ പ്രതിഷേധം അണപൊട്ടി പോളിന്റെ മരണത്തെ തുടർന്ന്. വന്യജീവി ഭീതിയിൽ, ആക്രമണ ഭീതിയിൽ കഴിയുന്ന നാട്ടുകാർക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയാത്ത സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള നാട്ടുകാരുടെ അതിരൂക്ഷമായ പ്രതികരണമാണ് ഇന്ന് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ കണ്ടത്. വീണ്ടും പുൽപ്പള്ളിയിലെ സെന്റ് ജോർജ് പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. രാഹുൽ സുരേഷ്, മറ്റ് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ അവിടുത്തെ പ്രതിഷേധമൊക്കെ ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പോളിന്റെ കുടുംബത്തോടൊപ്പം തന്നെ അയൽവാസികളും ആ ഇടവകയിലുള്ള ആൾക്കാരും ഒക്കെയാണ് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളതെന്ന്, അല്ലേ? തീർച്ചയായിട്ടും ഗോപി, നെഞ്ചുപിടയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് പള്ളിയിൽ നിന്നും നമുക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. പോളിന്റെ ഭാര്യ, പോളിന്റെ മകൾ,
പോളിൻ്റെ ബന്ധുമിത്രങ്ങൾ എല്ലാവരും തന്നെ പള്ളിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ അച്ഛനെയാണ് നഷ്ടപ്പെട്ടത്, പോളിൻ്റെ ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവിനെയാണ് നഷ്ടപ്പെട്ടത്, അവരുടെ നാട്ടുകാർക്ക് അവരുടെ പ്രിയ സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത്, അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ട ബന്ധുവിനെയാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ നഷ്ടത്തിൻ്റെ ഒരു കണക്ക് തന്നെയാണ്. അവസാനവട്ടം ഒരു നോക്കുകൂടി പോളിനെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനാണ് ഈ അവസാന നിമിഷവും ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. പള്ളിയിലെ ശുശ്രൂഷകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമായിരിക്കും ഈ ശുശ്രൂഷകൾ അവസാനിക്കുക. അതിനുശേഷം സെന്റ് ജോർജ് പള്ളിയിലെ പള്ളി സെമിത്തേരിയിലായിരിക്കും പോളിനെ സംസ്കരിക്കുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പള്ളി സെമിത്തേരിയിലും പൂർത്തിയായിട്ടുണ്ട്. പ്രതിഷേധം സംബന്ധിച്ച വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രതിഷേധം ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇതിൽ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം ചികിത്സാ പിഴവാണ്, ചികിത്സ വൈകി എന്ന കാര്യമാണ് മകൾ ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കിയത്. ഒരുപക്ഷെ അവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ടാകാം. ഇന്നലെ രാവിലെ 10 മണിയോട് കൂടിയാണ് പോള് ആക്രമണത്തിന് ഇരയാവുന്നത്. തുടർന്ന് മാനന്തവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാണ്ട് 3 മണിക്കൂർ ചികിത്സയിൽ അവിടെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മെച്ചപ്പെട്ട ചികിത്സ അവിടെ നിന്നും മാനന്തവാടി ആശുപത്രിയിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ തൻ്റെ പിതാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു എന്നായിരുന്നു ഇന്ന് രാവിലെ പോളിന്റെ മകൾ നമ്മളോട് പറഞ്ഞത്. കൃത്യമായി ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ള കാര്യം ബന്ധുക്കളും ഒപ്പം തന്നെ ഇന്ന് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളും പറയുന്നുണ്ട്. അതിൽ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുമ്പോൾ അന്വേഷണം ഏത് ഘട്ടത്തിൽ പോകും, ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനി പുറത്തു വരുന്ന കാഴ്ചകളാണ്. പക്ഷേ പോളിന്റെ ജീവൻ നഷ്ടമായി, അതൊരു നഷ്ടം തന്നെയാണ്, അതൊരു നികത്താനാവാത്ത നഷ്ടമാണ്. അതിൽ നഷ്ടപരിഹാരം നൽകിയാലോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി നൽകിയാലോ ആ ജീവന്റെ വിലയ്ക്ക് പകരം ആവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു, ആ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നത് പോളായിരുന്നു. ആ പോളിന് പകരം മറ്റ് എന്ത് കിട്ടിയാലും ഒന്നും ആവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എങ്കിലും അവസാന നിമിഷത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കുടുംബത്തിന് 50 ലക്ഷം രൂപ ലഭ്യമാക്കണം, ഭാര്യയ്ക്ക് ജോലി നൽകണം എന്നീ കാര്യങ്ങളൊക്കെയായിരുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായ പ്രധാന ആവശ്യങ്ങൾ. ഇവയിൽ ഇനി ഉടൻ തന്നെ നടപടി ഉണ്ടാകുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണാം. ഇതിൽ ആളുകൾ പറയുന്നത് ഇവിടെ മുമ്പും ഇത് 3ാമത്തെ മരണമാണ്, പോളിൻ്റേത് 3ാമത്തെ മരണമാണ്. നേരത്തെ ലക്ഷ്മണനും അജിത്തും ഉൾപ്പെടെ കാട്ടാനാക്രമണത്തിലാണ് മരിച്ചത്. അവർക്ക് നൽകിയ വാക്കുകളൊന്നും ഇപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പോളിന് ഇത്തരത്തിൽ വാക്കാൽ മാത്രം പോളിന്റെ കുടുംബത്തിനൊരു ആശ്വാസ വാക്ക് നൽകിയിട്ട് കാര്യമില്ല. രേഖാമൂലം തന്നെ ഈ വിവരങ്ങൾ സെന്റ് ജോർജ് പള്ളിയിൽ ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതശരീരം സംസ്കരിക്കാൻ പോവുകയാണ്. അവിടെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വേദനയോടുകൂടി ആ വേർപാടിലെ വേദനയിൽ കഴിയുന്നവർ, അതോടൊപ്പം തന്നെ ഇടവകയിലുള്ളവർ, സുഹൃത്തുക്കൾ, അയൽവാസികൾ എല്ലാവരും തന്നെ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.